ഓം ശാന്തി. എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണ്ടേ? പലരും എന്നോട് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചിരിച്ചും കളിച്ചും സന്തോഷിക്കുമ്പോൾ ആ ഒരു നിമിഷം ഹൈലി മോട്ടിവേറ്റഡ് ആണ്. എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ടീമായിട്ട് പങ്കെടുത്ത് ആസ്വദിക്കുകയാണെങ്കിൽ വളരെ മോട്ടിവേറ്റഡ് ആണ്. ഫ്രണ്ട്സ് ഒന്നിച്ചോ ഫാമിലി ഒന്നിച്ചോ പുറത്ത് നമ്മൾ ടൂറിന് പോകുന്ന സമയത്ത് വളരെയധികം മോട്ടിവേറ്റഡ് ആണ്. പക്ഷെ ഒരു കാര്യം മാത്രം, എപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിരിക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു മോട്ടിവേഷൻ നമുക്ക് എത്താൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് എത്താൻ പറ്റും, എല്ലാ സമയത്തും കർമ്മം ചെയ്യാനുള്ളതായിട്ടുള്ള ഊർജ്ജം ഉണ്ടാക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ സാധിക്കും. ഒരു കാര്യം ചെയ്യാനിരിക്കുമ്പോൾ, പഠിക്കാൻ തോന്നുന്നില്ല, കിടന്ന് ഉറങ്ങണം തോന്നുന്നു. അതല്ല, എനിക്ക് എന്തെങ്കിലും കാര്യം എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യണം തോന്നുമ്പോൾ തലവേദനിക്കുന്ന പോലെ തോന്നുന്നു, കുറച്ചൊരു ചായ കുടിച്ചാൽ മതിയെന്ന് തോന്നുന്നു. ആരെങ്കിലും മീറ്റ് ചെയ്യണം തോന്നുമ്പോൾ ഇന്ന് വേണ്ട, കുറച്ച് റെസ്റ്റ് എടുക്കുന്ന നാളെ ആവട്ടെ എന്ന് തോന്നുന്നു. ഇങ്ങനെ ഏതെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് ആ കാര്യം ചെയ്യുന്നതിൻ്റെ മടുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അതായത് ആ സമയത്ത് നിങ്ങൾ സ്ട്രെസ്ഡ് ആണ് എന്നർത്ഥം. അത്തരത്തിലുണ്ടാവുന്നതായിരിക്കുന്ന അവസ്ഥയെ മറികടത്തിക്കൊണ്ട് നമുക്ക് എനർജറ്റിക് ആയേ പറ്റൂ, മോട്ടിവേറ്റഡ് ആയേ പറ്റൂ. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. മീൻസ് നിങ്ങളുടെ ആക്ടിവിറ്റീസിനെ ബെസ്റ്റായി പെർഫോം ചെയ്യാൻ വേണ്ട ആ ഒരു മോട്ടിവേഷൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ചുറ്റുമുള്ളതായിരിക്കുന്ന 5 ആളുകളുടെ വൈബ്രേഷൻ്റെ പ്രഭാവം തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ല സംഘത്തിലിരിക്കാൻ, അതുകൊണ്ടാണ് ഭക്തിയിലാണെങ്കിലും ശരി, മോട്ടിവേഷൻ ട്രെയിനിങ്ങിലാണെങ്കിലും ശരി, ബുക്കുകൾ വായിക്കുകയാണെങ്കിലും ശരി, എല്ലാ കാര്യത്തിലും എല്ലാവരും പറയുന്നു സത്സംഗം സത്സംഗം സത്സംഗം. സജ്ജനങ്ങളുടെ സംഘം അത് വളരെയധികം നമുക്ക് എനർജി തരുന്നതാണ്. അതുകൊണ്ട് കഴിയുന്നത്ര എനർജറ്റിക് ആയിരിക്കുന്ന ആളുകളുടെ, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ, പ്ലാൻ ചെയ്യുന്ന ആളുകളുടെ, സമയത്തെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടുകെട്ടിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ ബെസ്റ്റ്. എന്നാലോ, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നു, എൻ്റെ വീട്ടിലുള്ള വീട്ടിൽ തന്നെ അവരുടെ ഓഫീസ് നടത്തുന്ന ആളാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ ആ ബിസിനസ്സിന് കയറിയിരിക്കുമ്പോൾ തൊട്ട് വീട്ടിൽ വന്നാൽ എവിടെ ഇറങ്ങിയാൽ എൻ്റെ വൈഫ്, പിന്നെ എൻ്റെ അമ്മായി അമ്മ, അവരെ വൈഫിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, എൻ്റെ വൈഫിൻ്റെ അമ്മ, പിന്നെ ആ വീട്ടിലതായിട്ടുള്ള വൈഫിൻ്റെ ആങ്ങള, ഇങ്ങനെയൊക്കെ കുറേ റിലേഷൻ്റെ പേര് പറഞ്ഞു. ഇതെല്ലാം എപ്പോഴും എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാ. പിന്നെ ഞാൻ ഏത് സത്സംഗത്തിൻ്റെ കാര്യം സിസ്റ്ററിനോട് പറയുന്നത്? ഞാൻ ഇവരെയൊക്കെ വിട്ടുകൊണ്ട് എനിക്ക് മാറി പുറത്തൊരു ഓഫീസ് സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്നെ കൊണ്ടത് പറ്റൂല. എന്തെങ്കിലും പോസിറ്റീവ്ലി മോട്ടിവേറ്റഡ് ആവാതെ ഇവിടെ നിന്ന് പുറത്ത് കടക്കാനും പറ്റില്ല. എന്നാൽ പിന്നെ മോട്ടിവേറ്റഡ് ആവാൻ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നെന്നോട് ചോദിച്ചു. ഒരു കാര്യം ഞാൻ ഓർത്തുപോയി ആ സമയത്ത്, തീർച്ചയായിട്ടും കർമ്മയോഗം എന്നൊരു വാക്കുണ്ട്. ഇത് നമുക്ക് ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ സംഘത്തെ ദ ബെസ്റ്റ് ആക്കാനുള്ളതായിരിക്കുന്ന സീക്രട്ടാണ്. യൂസ് ഇറ്റ്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബുദ്ധിയും മനസ്സും പൂർണ്ണമായി സമർപ്പിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള വർക്ക് കുറച്ച് സമയമേ വരുള്ളൂ. കുറച്ച് ആളുകളാണ് അവരുടെ മനസ്സും ബുദ്ധി അധികം വർക്കിന് വേണ്ടി ഉപയോഗിക്കുക. നോർമലി ഈവൻ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഒരു പ്രോഗ്രാമിംഗ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ മുന്നൊരിക്കൽ പറഞ്ഞില്ല ഒരു ബ്രെയിൻ പാത്വേ, ആ ന്യൂറോൺ പാത്വേ വന്നു കഴിഞ്ഞാൽ എത്ര ഹാർഡായിരിക്കുന്ന വർക്കാണെങ്കിലും, എത്രമാത്രം ബുദ്ധിയും മനസ്സ് ഉപയോഗിക്കേണ്ട വർക്കാണെങ്കിലും ഒരു പരിധി വരെ മാത്രമേ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വരാറുള്ളൂ. ബാക്കി സമയത്ത് അത് എന്തെങ്കിലുമൊക്കെ ചിന്തകൾ കൊണ്ടുവരാൻ തുടങ്ങും. ആ ചിന്തകളാണ് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യുക. അധികവും കൊണ്ടുവരുന്ന എന്ത് ചിന്തകളായിരിക്കും? ഇന്ന് ആരോട് സംസാരിച്ച് ഇങ്ങോട്ട് വന്നോ ആ എനർജി, ആരോടെങ്കിലും നമുക്കൊന്ന് തർക്കം ഉണ്ടായി, സുഖമില്ലാത്ത അന്തരീക്ഷം ഉണ്ടായെങ്കിൽ ആ എനർജി, അങ്ങനെ ഒരു എനർജി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കാത്ത വർക്കുകൾ ഉണ്ടെങ്കിൽ ആ എനർജി, ക്ലിക്ക് ചെയ്യുന്നതൊക്കെ ആ ടൈപ്പ് ഫയലാവേ. അപ്പോൾ എല്ലാ മെമ്മറീസിലും പോയി ക്ലിക്ക് ചെയ്യുന്നത് ഈ ടൈപ്പ് ഫയലായിരിക്കും. അതുകൊണ്ട് തന്നെ ഉണർന്നു വരുന്ന ഊർജ്ജം ഇതിൽ നിന്നാണ് ഉണർന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എനർജി വല്ലാണ്ട് ലോ ലെവലിൽ പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അത്തരം എൻ്റെ വീട്ടിലുള്ളവരെ എൻ്റെ കുറ്റം കണ്ടെത്താനും എന്നെ മോശമാക്കാനും വേണ്ടി മാത്രം പരിശ്രമിക്കുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഓഫീസിലുള്ള എല്ലാവരും എനിക്ക് പാര പണിയാൻ നോക്കുക, ഞാൻ എങ്ങനെയാണ് ഇതൊന്ന് രക്ഷപ്പെടുക എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേക ഒരു ക്ലൂ തരികയാണ്. ഇനി എല്ലാ നല്ല ആളുകളുടെ സംഘത്തിൽ ഇരിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദ ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ആ ഒരു സീക്രട്ടാണ് കർമ്മയോഗം. എന്നുവെച്ചാൽ എന്താർത്ഥം? കർമ്മ ആൻഡ് യോഗ കമ്പൈൻഡ്. മനസ്സ് ഭഗവാന്റെ ഓർമ്മയിൽ നിലനിർത്തിക്കൊണ്ട്
കർമ്മം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഒരു 100 വോൾട്ടിൻ്റെ ബൾബ് ഒരു സ്ഥലത്ത് മുകളിൽ നിന്ന് പ്രകാശം ചൊരിയുന്നെങ്കിൽ താഴത്ത് പച്ചയും മഞ്ഞയൊക്കെ ആയിട്ട് 0 വോൾട്ട് ബൾബുകൾ കത്തിച്ച് വെച്ചതുകൊണ്ട് ആ പ്രകാശം നമ്മുടെ അടുത്തേക്ക് വരില്ല. തീർച്ചയായിട്ടും ആ 100 വോൾട്ടിൻ്റെ എഫക്റ്റാണ് ഉണ്ടാവുക. അതേപോലെ ഹൈ വോൾട്ടേജ് ആയിരിക്കുന്ന ലൈറ്റാണ് പരമാത്മ. മനസ്സുകൊണ്ട് ഈശ്വരൻ്റെ ഓർമ്മയെ മെയിൻറ്റെയിൻ ചെയ്യുക മീൻസ് ഹൈ വോൾട്ട് നമ്മളിലേക്ക് ആഹ്വാനം ചെയ്യുക എന്നാണ്. ആ വോൾട്ടിൽ നിങ്ങളിരുന്ന് പരിശ്രമിക്കാൻ തുടങ്ങിയാൽ ചുറ്റുമുള്ള ലോകത്തെ എല്ലാവരും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഒറ്റയ്ക്ക് ആയിക്കോ, എന്നാലും ജയം നിങ്ങൾക്കുള്ളതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു സംഘത്തിൻ്റെ, ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ സുഖം തീർച്ചയായിട്ടും അനുഭവിക്കണം. അതുകൊണ്ടാണ് ഖുദാ ദോസ്ത് എന്ന് പറയാറുണ്ട്. ഈശ്വരനാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല മിത്രം. ആ മിത്രത്തെ മിത്രമായി ഉപയോഗിക്കാൻ പഠിച്ചു നോക്ക്. എന്തൊരു സുഖമാണെന്നറിയോ ജീവിതത്തിൻ്റെ യാത്ര. അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിക്കുക, നല്ല ആളുകളുടെ 5 ആളുകളുടെ പ്രഭാവം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 5 നെഗറ്റീവ് ആണെങ്കിൽ ദ സുപ്രീം പവറിൻ്റെ ഹൈ പവർ വോൾട്ടേജ് യൂസ് ചെയ്യൂ. എന്നാലും നമ്മുടെ സംഘം നന്നാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ജനിക്കുന്നത് എവിടെ നിന്നാണെന്നറിയോ? പോസിറ്റിവിറ്റിയിൽ നിന്നാണ്. വേണ്ടാത്ത ഒരു കാര്യം ചെയ്യുന്ന ആളുടെ മനസ്സിൽ ടെൻഷനും, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുടെ മനസ്സിൽ ഉന്മേഷമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, മോട്ടിവേഷൻ്റെ പിന്നാലെ പോകണമെന്നില്ല, പോസിറ്റിവിറ്റിയുടെ പിന്നാലെ പോകൂ. നിങ്ങൾ ഓൾവേസ് മോട്ടിവേറ്റഡ് ആയിക്കോളും. അതാണ് സത്യം. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നമ്മുടെ ഒരു ലൈഫിൻ്റെ റൂട്ടീനെ കുറിച്ചുള്ള പ്ലാനിങ്. നമ്മൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കും ദിനചര്യ എന്നുള്ള പേരിൽ. രാവിലെ ഉണർന്നാൽ എന്ത് ചെയ്യണം, ഏത് സമയത്ത് എന്ത് തോട്ട് ക്രിയേറ്റ് ചെയ്യണം, ഈവൻ ഫിസിക്കൽ ആക്ഷൻസ് പ്ലസ് നമ്മുടെ മൈൻഡ് പ്ലാനിങ്. രണ്ടും, മനസ്സിനും ഒരു പ്ലാനിങ്, നമ്മുടെ കർമ്മങ്ങൾക്കും ഒരു പ്ലാനിങ്. ഈ 2 പ്ലാനിങ്ങും നിങ്ങളുടെ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അറിയാതെ ആ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പാത്തിലൂടെ ഈസി ആയിട്ട് നമ്മൾ കടന്നു പോകും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മറ്റൊരാൾ നയിച്ച വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ, കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിഷ്ടം പൂക്കളും പഴങ്ങളും ശലഭങ്ങളും ഉള്ള കാട് നിറഞ്ഞ നല്ലൊരു അന്തരീക്ഷം നിങ്ങൾക്ക് ഇഷ്ടം. നിങ്ങളുടെ കൂട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ബിൽഡിങ്സും വലിയ വലിയ നഗരങ്ങളും കാര്യങ്ങളാണ് ഇഷ്ടം. അവർ നിങ്ങളെ ആ നഗരങ്ങളിലുള്ള യാത്ര സുഖകരമാണെന്ന് വർണ്ണിച്ചുകൊണ്ട് നിങ്ങളെ പിടിച്ചു വലിച്ച് ആ വഴിയിൽ കൊണ്ടുപോയാലും ബേസിക് സ്റ്റോണിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ. ഒരു ചിത്രകാരന്, ഒരു ശില്പിക്ക് ഒരു കല്ലെടുത്ത് കൊത്തി എത്ര വേണമെങ്കിൽ മനോഹരമായിരിക്കുന്ന ശില്പം ഉണ്ടാക്കാം. പക്ഷെ ആ കല്ലിൻ്റെ സ്വഭാവം പെട്ടെന്ന് ഉടയുന്നതാണെങ്കിൽ ആ സ്വഭാവത്തെ മാറ്റാൻ ആ ശില്പിയെ കൊണ്ട് പറ്റില്ല. ഇതുപോലെ എല്ലാ മനുഷ്യന്മാർക്കും ഒരു ബേസിക് ആയിരിക്കുന്ന ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി എൻ്റെ വഴി എന്തെന്ന് തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ക്വാളിറ്റി കണ്ടെത്തുകയും അതനുസരിച്ച് നമ്മുടെ ലൈഫിൻ്റെ പാത്ത് ഓരോരുത്തരും അവനവന് വേണ്ടി നിശ്ചയിക്കേണ്ടതാണ്. ഞാൻ മഹാഭാരതത്തിലെ മനോഹരമായിരിക്കുന്ന ഒരു ദൃശ്യം ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. യുദ്ധത്തിൻ്റെ അവസാനത്തിൽ പാഞ്ചാലി അതീവ ദുഃഖിതയായി നിൽക്കുകയാണ്. ശ്രീകൃഷ്ണൻ പാഞ്ചാലിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഈ ഒരു ദുഃഖത്തിൽ, ഈ കഴിഞ്ഞ കാര്യത്തിലൊക്കെ നിനക്ക് വേദനയുണ്ടോ സഖി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പാഞ്ചാലി പറയുന്ന ഉത്തരം വളരെ എഫക്റ്റീവാണ്. ശരീരത്തിൻ്റെ വേദന അത് വിചാരിക്കുമ്പോൾ നമുക്ക് വലുതെന്ന് തോന്നും, അനുഭവിക്കുമ്പോൾ ചെറുതായിട്ട് മാറും. മനസ്സിൻ്റെ വേദന വിചാരിക്കുമ്പോൾ നമുക്ക് ചെറുതാണെന്ന് തോന്നും, പക്ഷെ അനുഭവിക്കുമ്പോൾ അത് അതീവ ആഴത്തിലുള്ളതായിട്ട് നമുക്ക് തോന്നിപ്പോവും. ഇപ്പോൾ 1000 ഫണങ്ങളുള്ള സർപ്പം കുത്തിയാൽ അനുഭവിക്കുന്ന അതേ വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറയുകയാണ്. എന്നിട്ട് കൃഷ്ണനോട് തിരിച്ചൊരു ചോദ്യം, അങ്ങ് അത്ഭുത ശക്തിയുള്ള മനുഷ്യനല്ലേ, അങ്ങക്ക് എന്തുകൊണ്ട് തൻ്റെ അത്ഭുത ശക്തിയുടെ ആധാരത്തിൽ ഈ ദുര്യോധനനെയും ദുശാസനെയും ഒക്കെ നല്ല മനുഷ്യന്മാരാക്കി മാറ്റായിരുന്നില്ലേ? എന്നാൽ ഇങ്ങനെയൊരു വലിയ വിനാശം ഇത് വേണമായിരുന്നോ എന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്. ഇവിടെ കറക്റ്റ് അണ്ടർലൈൻ ചെയ്ത് ഓർക്കേണ്ട വരികളാണ്. ഈ സൃഷ്ടിയിലെ എല്ലാ ജീവാത്മാക്കൾക്കും അവരൻ്റെ കർമ്മം തിരഞ്ഞെടുക്കാനുള്ളതായിട്ടുള്ള പൂർണ്ണ ഫ്രീഡം ഉണ്ട്. ഭഗവാൻ തൻ്റെ രചനയിലെ ഒരു ജീവാത്മാവിൻ്റെ കർമ്മത്തിൽ ഒരിക്കലും കൈകടത്തില്ല. അതിനുള്ള അധികാരം ഈശ്വരന് പോലും ഇല്ല. പക്ഷേ ഒരു മനുഷ്യൻ തൻ്റെ കർമ്മം എന്ത് തിരഞ്ഞെടുക്കുന്നുണ്ടോ ആ കർമ്മത്തിൻ്റെ ഫലം അതിൻ്റെ കൂടെ അറ്റാച്ച്ഡാണ്. അത് മാറ്റാനും ഈശ്വരനെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ബാക്കി കുറേ പറയുന്നുണ്ട്. സാന്ദർഭികമായി ഇത് മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉദ്ധരിക്കുകയാണ്. നല്ല ഒരു ഇവൻ്റാണത്. കഴിയുമെങ്കിൽ നിങ്ങളത് വായിച്ചിരിക്കണം. നമുക്ക് ഒരുപാട് ലൈഫിലേക്ക് ഇൻസൈറ്റ് തരുന്നൊരു പോയിൻ്റാണ്.
തീർച്ചയായിട്ടും കർമ്മം തിരഞ്ഞെടുക്കാനുള്ള അധികാരം നിങ്ങൾക്കുള്ളതാണ്. സ്വന്തം അധികാരത്തെ ഒരിക്കലും മിസ് ചെയ്യരുത്. ഞാൻ ഏത് പാത്തിലൂടെ യാത്ര ചെയ്യണം എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ആ പാത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ മോട്ടിവേറ്റഡ് ആയിരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഒരു കാര്യം, പൈസയാണ് ഈ ജീവിതത്തിലെ മോട്ടിവേഷൻ ആധാരം നിങ്ങൾ നിശ്ചയിക്കുന്നതെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ മോട്ടിവേഷൻ നിങ്ങൾക്ക് നഷ്ടമാവും. ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ചിലപ്പോൾ ഹൈറ്റ്സ് വന്നേക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം. കർമ്മത്തിൻ്റെ കണക്കും നമ്മുടെ തോട്ട്സും സിറ്റുവേഷനും ഒക്കെ കൂടെ ചിലപ്പോഴൊക്കെ ഫെയിലിയർ ഉണ്ടായേക്കാം. പക്ഷേ എനിക്ക് ആ ഒരു പൈസ നഷ്ടമാകുമ്പോൾ അതോടെ എൻ്റെ അവസ്ഥ മുഴുവൻ പോയാലോ. അതുകൊണ്ട് പൈസ മോട്ടിവേഷൻ്റെ ആധാരമല്ല. ഞാൻ പൈസ വേണ്ട എന്ന് ഒരിക്കലും പറയില്ല. പൈസ അത്യാവശ്യമാണ് സന്തോഷമായി ജീവിക്കാൻ, വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം നമുക്ക് ഈ വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്യാമറയും സാധനവും വാങ്ങിക്കാതെ പറ്റില്ലല്ലോ. വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പൈസ ഇല്ലാണ്ട് പറ്റുമോ? അപ്പോൾ ഒരു സന്യാസിയായ നിങ്ങളെന്തിനാ പൈസയ്ക്ക് വേണ്ടി ചിന്തിച്ചേന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. കർമ്മം ചെയ്യണോ, തീർച്ചയായിട്ടും അതിന് വേണ്ടതായിട്ടുള്ള ധനം ആവശ്യമാണ്. എന്നെപ്പോലെ ഓരോരുത്തർക്കും അവനവൻ്റെ ഫീൽഡ് കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട ധനം വേണം. പക്ഷെ ആ ധനമാണ് എല്ലാം എന്ന് വിചാരിക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കർമ്മ പദ്ധതി തിരഞ്ഞെടുക്കുമ്പോൾ ഹാപ്പി ആയിട്ട് കർമ്മത്തിലൂടെ മുന്നോട്ട് പോകുന്നെങ്കിൽ പൈസ ഒരു ബൈ പ്രൊഡക്റ്റാണ്. അത് വരും, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ സന്തോഷത്തോടു കൂടി സെറ്റാക്കി തരുകയും ചെയ്യും. പക്ഷെ സ്വന്തം കർമ്മത്തിൽ പൂർണ്ണ നിശ്ചയം വേണം, അവനവനിൽ പൂർണ്ണ നിശ്ചയം വേണം, കർമ്മത്തിൽ പൂർണ്ണ കമ്മിറ്റ്മെൻറ്റ് വേണം, സദാ സത്സംഗത്തിലിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. പിന്നെ വേറൊരു കാര്യം, ഈ ലോകത്തെല്ലാവരെയും സന്തോഷിപ്പിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. തീർച്ചയായിട്ടും കുറച്ച് ആളുകൾക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്ത് അനിഷ്ടം ഉണ്ടാവും. നിങ്ങളെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞേക്കാം, കർമ്മത്തിന് ക്രിട്ടിസൈസ് ചെയ്തേക്കാം. പക്ഷെ ഒരു കാര്യം മാത്രം, ആ കുറച്ച് ആളുകളുടെ പ്രഭാവം നിങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് നെവർ മൈൻഡ് ആക്കണം. ഞാനൊരു പരസ്യം കണ്ടു, ഞാൻ ഓർക്കും, എന്തിൻ്റെയാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല. എന്തോ ഒരു കാര്യം പറയുമ്പോൾ ഐ ഡോണ്ട് കെയർ. എന്തിൻ്റെയോ ഞാൻ ടി വിയിൽ കണ്ടൊരു പരസ്യം, ഞാനത് ഇഷ്ടപ്പെടുന്നു. എപ്പോഴൊക്കെ വളരെയധികം നെഗറ്റീവാണ്, ഇവർ തീർച്ചയായിട്ടും നമ്മളെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുകയാണ് എന്ന് തോന്നുന്ന എല്ലാ വിമർശനങ്ങളോടും ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഐ ഡോണ്ട് കെയർ. അതുകൊണ്ട് യൂസ് ഇറ്റ്, ഐ ഡോണ്ട് കെയർ. മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് വിലയില്ലെന്നല്ല കേട്ടോ, മറ്റുള്ളവരുടെ ഫീലിങ്സ് നെവർ മൈൻഡ് ആക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. നെഗറ്റീവിന് വേണ്ടി പറയുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാനാവില്ല, എന്നാൽ ആ കുറച്ച് ആളുകളുടെ പ്രഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാൻ വേണം. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്, ഒന്ന് നല്ല കൂട്ടുകെട്ട് അഥവാ സത്സംഗം അഥവാ കർമ്മയോഗത്തിന് വേണ്ടി ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം ഓർഗനൈസ്ഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക. നാലാമത്തെ കാര്യം നമുക്ക് വേണ്ടതായിട്ടുള്ള വഴി നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക. അഞ്ചാമത്തെ കാര്യം നമ്മൾ എല്ലാ സമയത്തും പൈസയാണ് ആധാരം ഒരിക്കലും ചിന്തിക്കരുത്. ആറാമത്തെ കാര്യം ആ കുറച്ച് ആളുകൾ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ഐ ഡോണ്ട് കെയർ. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ഓം ശാന്തി.